നമസ്കാരം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സരം കടുപ്പിച്ച രാഷ്ട്രീയ പാർട്ടികൾ. മാധ്യമങ്ങളെ കടന്നാക്രമിച്ച മന്ത്രി എം ബി രാജേഷ്. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികൾ ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കുമ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും മന്ത്രി. ഓങ്ങല്ലൂരിൽ LDF കൺവെൻഷൻ. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള LDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ഭരണ തുടർച്ചയാണ് ലക്ഷ്യമെന്ന് നേതാക്കൾ. മങ്കര പഞ്ചായത്തിലും മുള്ളൂർക്കര പഞ്ചായത്തിലും LDFന്റെ പത്രികാ സമർപ്പണം. മങ്കരയിൽ BJP കൺവെൻഷനിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് അച്ഛനും മകനും സ്ഥാനാർത്ഥികൾ. UDF സ്ഥാനാർത്ഥിയുടെ ഓഫീസിന് നേരെ തൃശൂരിൽ ആക്രമണം. പിരായിരിയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി. വരാൻ പോകുന്ന കളിയുടെ സെമി ഫൈനലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KS അലീഖ. ഒറ്റപ്പാലത്ത് LDF കൺവെൻഷൻ. സെഷൻ കോടതി 2 വർഷത്തെ തടവിന് ശിക്ഷിച്ചത് വില്ലനായതോടെ തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ മാറ്റി CPIM. ചേലക്കരയിൽ പുറമ്പോക്ക് കയ്യേറ്റം ഒഴിപ്പിക്കൽ. ആത്മഹത്യാ ഭീഷണിയെ തുടർന്ന നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. നവംബർ 22 മുൻപായി സ്വയം ഒഴിയാൻ വീണ്ടും നോട്ടീസ്. സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച തുക തിരികെ നൽകാനായി ഹിയറിംഗ് നടത്തണമെന്ന സഹകരണ ട്രിബ്യൂണൽ ഉത്തരവ് ഒറ്റപ്പാലം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ് അട്ടിമറിക്കുന്നതായി ആരോപണം. തിരുവാഴിയോട് ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച 58 ലക്ഷത്തിലധികം രൂപ തിരിച്ചു കിട്ടാനുണ്ടെന്ന് കടമ്പഴിപ്പുറം സ്വദേശി കുട്ടൻ. മാസങ്ങളായിട്ടും ഹിയറിംഗ് നടത്താതെ AR ഓഫീസ് കുറ്റക്കാരെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും നിക്ഷേപകൻ. ട്രെയിനിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച പ്രതി ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. 40,000 രൂപ വിലയുള്ള മൊബൈൽ ഫോൺ മോഷ്ടിച്ച വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി 38-കാരനായ മണി അലിയാസ് ആണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. പ്രതി റിമാൻഡിൽ. വാർത്തകൾ വിശദമായി. മാധ്യമങ്ങളെ കടന്നാക്രമിച്ച് മന്ത്രി MB രാജേഷ്. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികൾ ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കുമ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. LDF ഓങ്ങല്ലൂർ പഞ്ചായത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF മികച്ച നേട്ടം കൈവരിക്കുമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. വീട്ടിലെടുക്കുന്ന പണി കാണാപ്പണിയാണ് അല്ലേ? ഒരു കണക്കിലും വരുന്നതല്ല. ഒരു കണക്കിലും വരാത്ത ഈ കാണാപ്പണി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഇതാ ഒരു ഗവൺമെന്റ് കണക്കിൽപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പ്രത്യേകത. 1000 രൂപ കൊടുക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം വീട്ടിൽ അധ്വാനിക്കുന്ന വീട്ടമ്മമാരുടെ അധ്വാനത്തിനൊരു വിലയുണ്ട് എന്നൊരു ഗവൺമെന്റ് അംഗീകരിക്കുകയാണ് ആദ്യമായിട്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ട്. അതാണ് പ്രത്യേകത. 35 മുതൽ 60 വയസ്സ് വരെ. 60 കഴിഞ്ഞപ്പോൾ 2000 ഉറപ്പാണ് ഇപ്പോഴത്തെ കണക്കിൽ. അടുത്ത വർഷം തന്നെയാണ് വീണ്ടും വരുന്നതെങ്കിൽ 2000 വീണ്ടും കൂടും. ഓങ്ങല്ലൂരിലെ ഗ്രാൻഡ് ഇവന്റ് കൺവെൻഷൻ സെന്ററിൽ നടന്ന LDF ഓങ്ങല്ലൂർ പഞ്ചായത്ത് കൺവെൻഷനിൽ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് മുഹസിൻ MLA, NP വിനയകുമാർ, ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, AM നാരായണൻ, MR ജയശങ്കർ, PV രതീഷ്, TV ഗിരീഷ്, PP വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രശാന്ത് ചെയർമാനും TV ഗിരീഷ് കൺവീനറുമായുള്ള 1001 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ചൂടുപിടിക്കുന്നു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ടൗണിൽ നിന്നും പ്രകടനവുമായി എത്തിയായിരുന്നു പത്രിക സമർപ്പണം. ഇതോടെ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രചരണങ്ങളിൽ സജീവമായി LDF സ്ഥാനാർത്ഥികൾ. ഷൊർണൂരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ചൂടുപിടിക്കുന്നു. ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള തീവ്ര പരിശ്രമങ്ങൾ LDFിലെ പ്രാദേശിക നേതാക്കളും സ്ഥാനാർത്ഥികളും അണികളും ചേർന്ന് സജീവമാക്കി. ഇക്കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയ ശേഷം ബുധനാഴ്ച LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തി. രാവിലെ ടൗണിൽ നിന്നും പ്രകടനമായി എത്തിയായിരുന്നു സമർപ്പണം. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ അരിവാൾ നക്ഷത്രം അരിവാൾകൾക്ക് അടയാളോ ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ചെയർമാൻ MK ജയപ്രകാശ് അടക്കമുള്ളവർ സ്ഥാനാർത്ഥികൾക്കൊപ്പമുണ്ടായിരുന്നു. റിട്ടേണിംഗ് ഓഫീസർ സിജു തോമസ് മുൻപാകെയാണ് 35 സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചത്. 35ഇടത്ത് ഇത്തവണ 4 CPI സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. N കൃഷ്ണൻ, രുദ്രരാജചന്ദ്രൻ, KC സോമൻ, അഡ്വക്കേറ്റ് P സുധീർ എന്നിവരാണ് മത്സരിക്കുന്നത്. അതേസമയം 31 വാർഡുകളിൽ CPMൽ നിന്നുള്ള സ്ഥാനാർത്ഥികളിലെ 4 പേർ നിലവിലെ കൗൺസിലർമാരാണ്. വൈസ് ചെയർപേഴ്സൺ P സിന്ധു അടക്കം സൗമ്യ, C സന്ധ്യ, VC സിന്ധു,
എന്നിവരാണ് ഇത്തവണയും മത്സരരംഗത്തുള്ളത്. ഭരണത്തുടർച്ചയാണ് LDFന്റെ ലക്ഷ്യം. ഇടതുകോട്ട തകർക്കാനാവില്ലെന്ന് വീണ്ടും തെളിയിക്കുന്ന തരത്തിലായിരുന്നു LDFന്റെ പ്രവർത്തനം. പത്രികാ സമർപ്പണവും കൂടി കഴിഞ്ഞതോടെ സ്ഥാനാർത്ഥികൾ പ്രചരണ പ്രവർത്തന രംഗം കൂടുതൽ സജീവമാക്കിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനവുമായി എത്തിയാണ് പത്രികാ സമർപ്പണം നടത്തിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ സ്ത്രീകളും പുരുഷന്മാരുമടക്കം നൂറുകണക്കിന് സഹപ്രവർത്തകരുടെ ഒപ്പം കഴുത്തിൽ ചുവപ്പ് ഷാൾ അണിയിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനായി പ്രകടനമായി എത്തിയത്. തുടർന്ന് 1-ാം വാർഡംഗം KB ബിനീഷ് പത്രിക നൽകുകയും സത്യപ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു. തുടർന്ന് 2-ാം വാർഡിൽ മത്സരിക്കുന്ന സൗമ്യ രാജേഷ്, 3-ാം വാർഡിൽ മത്സരിക്കുന്ന അനിൽകുമാർ, 4-ാം വാർഡിൽ ഉഷാകുമാരി, 5-ാം വാർഡിൽ അജിൽ ജോസ്, 6-ാം വാർഡിൽ MR സ്മിത, 7-ാം വാർഡിൽ PG ഖഗൻ, 9-ാം വാർഡിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK തങ്കപ്പൻ, 10-ാം വാർഡിൽ മുഹമ്മദ് മുസ്തഫ, 11-ാം വാർഡിൽ മുൻ പ്രസിഡന്റ് MS അബ്ദുൾ സലാം, 12-ാം വാർഡിൽ ഉദയ ജയേഷ്, 13-ാം വാർഡിൽ അജിത സദാനന്ദൻ, 14-ാം വാർഡിൽ ഷമീന അബ്ദുൾ മജീദ്, 15-ാം വാർഡിൽ സാജു പ്രഭാകരൻ, 16-ാം വാർഡിൽ സാവിത്രി രാജൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. 8-ാം വാർഡിലെ സ്ഥാനാർത്ഥിയെ അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കുമെന്നും 13-ാം വാർഡ് സ്ഥാനാർത്ഥി CPI സ്ഥാനാർത്ഥിയാണെന്നും CPIM ഏരിയ കമ്മിറ്റി അംഗം V രഘു, CPI ലോക്കൽ സെക്രട്ടറി കൃഷ്ണദാസ് K സന്തോഷ് എന്നിവർ അറിയിച്ചു. അത് കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിലെ കുറവുകളൊക്കെ പരിഹരിച്ച് കൂടുതൽ ഭേദപ്പെടുത്തി ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മുള്ളൂർക്കര പഞ്ചായത്ത് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന് തുറന്നും ചെയ്യും എന്നാണ് LDF ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനം, അതിൻ്റെ ഭാഗമായി കേരളത്തിൽ 3ാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന ജനസംസാരം, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണെങ്കിൽ ആ ഗവൺമെൻറ് എടുക്കുന്ന ജനക്ഷേമകരങ്ങളായ പ്രവർത്തനങ്ങൾ താഴെ തട്ടിലെ ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അനുപേക്ഷണീയത നിറഞ്ഞ ഒരു പഞ്ചായത്ത് ഭരണം ഈ മുള്ളൂർക്കിൽ സ്ഥാപിച്ചെടുക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കരയിൽ LDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. നൂറുകണക്കിന് പ്രവർത്തകരുടെ പ്രകടനത്തോടെയാണ് സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണത്തിന് എത്തിയത്. വെള്ള റോഡിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരും സ്ഥാനാർത്ഥികളും പ്രകടനമായി എത്തിയാണ് വരണാധികാരി CH അഹമ്മദ് റിസാറിന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത് പത്രിക സമർപ്പിച്ചത്. CPM നേതാക്കളും കൂടെ ഉണ്ടായിരുന്നു. വാർഡ് 1 R ശാലിനി, 2 MV കൃഷ്ണദാസ്, 3 KR ഷാജീവ്, 4 PC കുമാരൻ, 5 K ഉമാദേവി, 6 KA വിനീത, 7 K സുനിത, 8 VK ഷിബു, 9 NR ശ്രീലക്ഷ്മി, 10 MS ഹരിദാസ്, 11 KV രാധാകൃഷ്ണൻ, 12 ഷൈബുന്നീസ, 13 K ആസിയ, 14 NK ശ്രീജിത, 15 AK സുഭാഷ് CPI എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥികൾ. 14 സീറ്റ് CPM-ഉം 1 സീറ്റ് CPI-ക്കും നൽകി. മുഴുവൻ സീറ്റിലും വിജയമുറപ്പാണെന്നും പ്രചരണം തുടങ്ങിക്കഴിഞ്ഞെന്നും ലോക്കൽ സെക്രട്ടറി ER ശശി അറിയിച്ചു. CM അബ്ദുൾ റഹ്മാൻ, ER ശശി, CK ചന്താമരാക്ഷൻ, EP രാധാകൃഷ്ണൻ, MS വേലായുധൻ എന്നിവർ നേതൃത്വം നൽകി. 15 വാർഡുകളിൽ 11 വാർഡുകളിലും ഇടതുപക്ഷമാണ് ഇത്തവണ. എല്ലാ വാർഡുകളിലും മികച്ച വിജയം നേടുന്നതിനുള്ള തികഞ്ഞ ശുഭാപ്തി വിശ്വാസമാണ്. ഈ ഇത്തവണ നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ടുവന്നു. അനുഭവത്തിൻ്റെ രൂപത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ഒന്നുകൂടി രൂഢമൂലമാകുന്ന ഒരു അവസ്ഥയാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. വീടുകളിലെല്ലാം നല്ല തികഞ്ഞ അനുഭവപൂർവമായ അനുഭവപൂർവമായ പെരുമാറ്റം തുടരും എന്നാണ് എനിക്ക് അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ ഭൂരിപക്ഷം എല്ലാ വാർഡുകളിലും ജയിച്ചു വരുന്നതിനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ഏറ്റവും നേരത്തെ തന്നെ നാമനിർദ്ദേശ പത്രിക ഏറ്റവും തുടക്കത്തിൽ തന്നെ നല്ല നിലയ്ക്ക് ഒറ്റക്കെട്ടായി ഒന്നിച്ച് ആരംഭിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. BJP മങ്കര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ജില്ലാ ഉപാധ്യക്ഷൻ MP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷനിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടന്നു. നമുക്കറിയാം ശബരിമല സംസ്ഥാനം. ശബരിമല 98-ൽ ധാരാവാലയന്മാരുടെ വിഗ്രഹത്തിലെ സ്വർണം ഇപ്പൊ 2024 സ്വർണം മാറിപ്പോയി. ഇപ്പൊ ചെമ്പായി എന്ന് പറയും. ആലോചിച്ചു,
200 വർഷം മുമ്പ് സ്വർണം പൊതിഞ്ഞ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൻ്റെ ഒരു പ്രശ്നമില്ല. എല്ലാ തിളക്കത്തോടുകൂടി ഇന്നും അത് നിലനിൽക്കുന്നു. പക്ഷെ കേരളത്തിലെ ശബരിമലയിലെ സ്വർണ്ണ അയ്യപ്പൻ്റെ വിഗ്രഹം എന്നാ പോവുക എന്നറിയില്ല. MK വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് CS സജീവ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. ജില്ലാ കമ്മിറ്റി അംഗം K മണികണ്ഠൻ, OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി MV സുഭാഷ്, BDJS ജില്ലാ ഉപാധ്യക്ഷൻ സുരേഷ് കളത്തിൽ, സുനീഷ് ഭരതക്കാട് എന്നിവർ സംസാരിച്ചു. വാർഡ് 1 പ്രീതി ഹരീഷ്, 2 AK ശിവദാസ്, വാർഡ് 3 ശ്രീകുമാർ, 4 രതീഷ് കുമാർ, 6 TS സുദിന, 8 പ്രേമരാജൻ, വാർഡ് 9 N അനിത, വാർഡ് 10 KN ശ്രീവത്സൻ, വാർഡ് 11 രൂപേഷ് കുമാർ, വാർഡ് 12 ധന്യ സന്തോഷ്, വാർഡ് 13 ശ്യാമള സുരേഷ്, വാർഡ് 14 രമ്യ സതീഷ്, വാർഡ് 15 സുനീഷ് ഭരതക്കാട് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. എന്താണോ പറയുന്നത് അത് പ്രാവർത്തികമാക്കുകയും പ്രവർത്തിക്കാൻ സാധിക്കുന്നത് മാത്രം പറയുകയും ചെയ്യുന്ന ഒരു ശൈലി സ്വീകരിച്ചുകൊണ്ട് സമഗ്ര മേഖലകളിലും എല്ലാ സ്ഥലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിൽ വികസനത്തെത്തിക്കും. ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കും. അതിനുവേണ്ടിയിട്ട് ഈ വാർഡിലുള്ള പഞ്ചായത്തിലുള്ള 15 വാർഡുകളിലും ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അവരെ മത്സരിപ്പിച്ചുകൊണ്ട് ഇത്തവണ പഞ്ചായത്തിലെ ഭരണം പിടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം ഭാരതീയ ജനതാ പാർട്ടി കാഴ്ചവെക്കുമെന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കൊടുങ്ങല്ലൂരിൽ ഒരു വീട്ടിൽ നിന്നും 2 സ്ഥാനാർത്ഥികൾ. അച്ഛനും മകനും സ്ഥാനാർത്ഥികളായി രംഗത്ത് ഇറങ്ങിയതോടെ തെരഞ്ഞെടുപ്പ് ഇവർക്ക് ഒരു കുടുംബകാര്യം കൂടിയാണ്. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ 20-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി പിതാവ് KR അശോകനും 22-ാം വാർഡിൽ മകനായ KA മാനവേന്ദ്രൻ UDFന്റെ തന്നെ സ്ഥാനാർത്ഥിയായുമാണ് മത്സരരംഗത്ത് സജീവമാകുന്നത്. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ KR അശോകൻ 2000 മുതൽ 2015 വരെ 3 വട്ടം പഞ്ചായത്ത് അംഗമായിരുന്നു. അശോകന്റെ മകൻ മാനവേന്ദ്രൻ 22-കാരനായ നിയമവിദ്യാർത്ഥിയാണ്. മലയാളം, സോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിച്ചു വരികയാണ്. 22 വയസ്സുകാരനായ സ്ഥാനാർത്ഥി. അച്ഛന്റെ പാത പിന്തുടർന്ന് മകന് വഴികാട്ടിയായി അച്ഛനും തെരഞ്ഞെടുപ്പ് ഗോതയിൽ അംഗത്തിനിറങ്ങുമ്പോൾ ഇരുവർക്കും ശുഭപ്രതീക്ഷയാണുള്ളത്. വിന്നബിലിറ്റി ഉള്ള ഒരാൾ വരണം എന്ന് വാശി പിടിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഈ അപരമത വിദ്വേഷം ഈ നാട്ടിൽ പരത്തുന്ന ആളുകളെ ഒഴിവാക്കണം എന്ന് എൻ്റെ ഒരു അദമ്യമായ മോഹമാണ്. ഈ ജനാധിപത്യം ഇവിടെ ഉണ്ടാവണം, മതേതരത്വം പുലരണം. അതാണിപ്പോൾ വികസനമല്ല കാര്യം. ഏറ്റവും പരമപ്രധാനമായിട്ട് ജനങ്ങൾ ചിന്തിക്കുന്നത് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി തരാൻ രാഷ്ട്രീയ പാർട്ടികൾ. അപ്പം അതിന് ആക്കം കൂട്ടാനാണ് ഞാൻ വന്നത്. അപ്പം എൻ്റെ പാത പിന്തുടർന്ന് എൻ്റെ മകനും. രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ ജാഗ്രത വേണ്ടുന്നൊരു കാലമാണിത്. നിശ്ചയമായിട്ടും ഈ പാരമ്പര്യം, പൈതൃകം അത് ഉണ്ട്. കണിശമായിട്ടും അതൊരു വലിയ പ്രചോദനം ആണ്. അതാണ് മാത്രമല്ല വിന്നബിലിറ്റി അതിലൊരു ഘടകമാണല്ലോ. എങ്ങനെയാണ് ഇപ്പോൾ ഫീൽഡിലുള്ള ഒരു അനുഭവം? അയ്യോ, വലിയ ആവേശമാണ്. ഞങ്ങളൊക്കെ വളരെ എക്സൈറ്റഡ് ആണ്. ചെറുപ്പക്കാരെന്ന രീതിയിലുപരി ജനങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഇടപെടാനും അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ട്. നമ്മളത് കണിശമായിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് ചെയ്യും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. UDF സ്ഥാനാർത്ഥിയുടെ ഓഫീസിനു നേരെ തൃശൂരിൽ ആക്രമണം. UDF സ്ഥാനാർത്ഥി ബൈജു വർഗീസിന്റെ ഓഫീസിനു നേരെയാണ് ആക്രമണം ഉണ്ടായത്. തൃശൂർ കിഴക്കേക്കോട്ടയിലെ ഓഫീസാണ് ആക്രമിച്ചത്. ഇന്ന് രാവിലെ ലൈറ്റ് ഓഫ് ചെയ്യാനായി എത്തിയ ആളാണ് ആദ്യം സംഭവം കാണുന്നത്. ഓഫീസിലെ കൊടിതോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും ചില്ലുവാതിലും പ്ലാസ്റ്റിക് കസേരകളും ഫാനും തകർന്ന നിലയിലാണ്. സംഭവത്തിൽ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പിരാഗിരിയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി. കൊടുന്തരപ്പള്ളി വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയായിരുന്നു സംഘർഷം. വാർഡിലെ നിലവിലെ മെമ്പറായ ശിവപ്രസാദും സംഘവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ സാദിഖ് ബാഷിയും തമ്മിലായിരുന്നു സംഘർഷം. വരാൻ പോകുന്ന കളിയുടെ സെമി ഫൈനലാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ. 10 വർഷക്കാലം വികസനം എന്തെന്ന് കാണിച്ചു നൽകിയ പിണറായി വിജയൻ സർക്കാരിന്റെ തുടർഭരണത്തിനുള്ള ചവിട്ടുപടിയാകണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പെന്നും സലീഖ പറഞ്ഞു. LDF ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KS സലീഖ. നിങ്ങൾ സ്വീകരിക്കുന്ന എല്ലാ നിലപാടുകൾക്കും വ്യത്യസ്തമാണ്. അതുകൊണ്ട് എന്താ കേരളത്തിന്റെ മാറ്റം? നിങ്ങളുണ്ടാക്കിയ ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിട്ട് BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടാക്കിയ നീതി ആയോഗ് ഉണ്ടല്ലോ. ആ നീതി ആയോഗിന്റെ റിപ്പോർട്ടിനകത്ത് കേരളത്തിന്റെ സ്ഥാനം എവിടെയാണ്? ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും ഇല്ലാത്ത സ്ഥാനമാണ് ഈ കേരളത്തിനുള്ളത്. എങ്ങനെയാ നേടിയെടുക്കാൻ കഴിഞ്ഞത്? കേരളത്തിന് ഒരു പ്രത്യേകതയുമില്ല. ഇവിടെയും ഭരിക്കുന്നത് ഒരു ഭരണകൂടമാണ്. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഭരണകൂടമാണ് എന്ന വ്യത്യാസം മാത്രമാണുള്ളത്.
CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം MS പൗലോസ് അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയ്കുമാർ, ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ജില്ലാ കമ്മിറ്റി അംഗം M ഹംസ, ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി, CPI ജില്ലാ കമ്മിറ്റി അംഗം KR മോഹൻദാസ്, ഒറ്റപ്പാലം മണ്ഡലം സെക്രട്ടറി P വിജയകുമാർ, ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് KR ഗോപിനാഥ്, RJD ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബു മൊയ്തീൻ കുട്ടി, കോൺഗ്രസ് S മണ്ഡലം പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, NCP ജില്ലാ സമിതി അംഗം T ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം നഗരസഭാ തിരഞ്ഞെടുപ്പ് സെക്രട്ടറി MIM റസാഖ് സ്വാഗതവും CPIM പാലപ്പുറം ലോക്കൽ സെക്രട്ടറി C മാധവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സെഷൻസ് കോടതി 2 വർഷത്തെ തടവിന് ശിക്ഷിച്ചത് വില്ലനായതോടെ തൃശൂരിൽ CPIMന്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെ മാറ്റി. കാട്ടുകാമ്പാൽ ഡിവിഷൻ സ്ഥാനാർത്ഥിയും CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗവുമായ KB ജയനെയാണ് കോടതി ശിക്ഷയെ തുടർന്ന് മാറ്റിയത്. 2014 പെരുമ്പാവൂരിലെ CPM SDPI സംഘർഷത്തെ തുടർന്നുണ്ടായ 3 കേസ് ചാവക്കാട് സെഷൻസ് കോടതിയിലാണ് നടന്നിരുന്നത്. 2018 2 കേസുകളിൽ CPM പ്രവർത്തകരെ കോടതി വെറുതെ വിട്ടു. ഒരു കേസിൽ CPM പ്രവർത്തകരെ 2 വർഷത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു. അന്ന് തന്നെ ജാമ്യം ലഭിച്ച് പുറത്തു വന്നു. മേൽക്കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും ശിക്ഷ സ്റ്റേ ചെയ്യാതെ ശിക്ഷ നടപ്പിലാക്കുന്നത് മാത്രം സ്റ്റേ ചെയ്തു. 2 വർഷവും 2 വർഷത്തിൽ കൂടുതലും ശിക്ഷിച്ചവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യത കൽപ്പിച്ചിട്ടുണ്ടെന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് ജയനെ മത്സരിക്കാൻ നിയമതടസ്സമുള്ളതായി നിയമവൃത്തങ്ങൾ സൂചന നൽകിയത്. പുതിയ വിവരങ്ങൾ പുറത്തുവന്നതിന് ശേഷം അടിയന്തരമായി ചേർന്ന CPIM ജില്ലാ സെക്രട്ടറി യോഗം KB ജയനെ മാറ്റാനും ഏരിയ കമ്മിറ്റി അംഗം MV പ്രശാന്തിനെ ജില്ലാ പഞ്ചായത്ത് കാട്ടുകാമ്പാൽ LDF സ്ഥാനാർത്ഥിയാക്കാനും തീരുമാനിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചേലക്കരയിലെ പുറമ്പോക്ക് കയ്യേറ്റം ഒഴിപ്പിക്കൽ. ആത്മഹത്യാ ഭീഷണിയെ തുടർന്ന് നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. 22-ന് മുൻപായി സ്വയം ഒഴിയാൻ വീണ്ടും നോട്ടീസ് നൽകിയിട്ടുണ്ട്. സെക്രട്ടറിയാണ് നോട്ടീസ് ഹൈക്കോടതി വിധി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് നോട്ടീസ് തരാതെ ഞങ്ങൾ എന്താണ് നിങ്ങളുടെ ഞങ്ങൾ മറുപടി പറയേണ്ടത്? പറയും. നിങ്ങൾ നോട്ടീസ് തന്നിട്ട് ഞങ്ങൾ ധിക്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണ പോലെ ഞങ്ങൾ കേൾക്കാം. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 21-ാം വാർഡിൽ സർവേ നമ്പർ 263 ഉൾപ്പെട്ട 1.21 സെന്റ് പുറമ്പോക്ക് ഭൂമി കയ്യേറി താമസിച്ചിരുന്ന വീടുകൾ ഒഴിപ്പിക്കാനുള്ള നടപടികൾ ബുധനാഴ്ച രാവിലെ 8 മണിയോടെ വൻ പോലീസ് സഹായത്തോടെ ആരംഭിച്ചെങ്കിലും കയ്യേറ്റം നടത്തിയവരുടെ ആത്മഹത്യാ ഭീഷണിയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. കുളത്തെങ്കിൽ വീട്ടിൽ ബി ഫാത്തുമ, ചിറ്റിലപ്പള്ളി ഷീബ എന്നിവർ കൈവശം വച്ചിരുന്ന ഭൂമിയാണ് ഒഴിപ്പിക്കാൻ ശ്രമിച്ചത്. 2014 മുതൽ ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ള ഈ കേസിൽ 2021 ഓംബുഡ്സ്മാൻ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇതിനിടെ 2025 ഹൈക്കോടതി വിധി പ്രകാരം ഒഴിപ്പിക്കേണ്ടതായിരുന്നു. ഈ വിധിക്കെതിരെ ബി ഫാത്തുമ സുപ്രീം കോടതിയിൽ പോയെങ്കിലും സുപ്രീം കോടതിയും വിധി തള്ളിക്കളഞ്ഞു. എന്നിട്ടും ഒഴിപ്പിക്കൽ വൈകിയതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ കോടതിയലക്ഷ്യം ഹർജി നിലവിൽ വന്നു. ഈ സാഹചര്യത്തിൽ ഡിസംബർ 3 ഒഴിപ്പിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഹൈക്കോടതി വീണ്ടും നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ബുധനാഴ്ച രാവിലെ തഹസിൽദാർ, പോലീസ്, ഫയർഫോഴ്സ്, ദേവസ്വം അധികാരികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടപടികൾക്കായി പഞ്ചായത്ത് അധികൃതർ എത്തിയത്. ഒഴിപ്പിക്കാൻ ശ്രമം തുടങ്ങിയതോടെ ബി ഫാത്തുമയും കുടുംബവും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും അറിയിപ്പ് നൽകിയില്ലെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. ആളുകളുടെ ജീവന് ഭീഷണിയുണ്ടായ സാഹചര്യത്തിൽ കോടതി വിധി നടപ്പാക്കേണ്ടതുണ്ടെങ്കിലും ഇന്ന് ഒഴിപ്പിക്കൽ നടപടി മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ സർക്കാർ സംവിധാനം തീരുമാനിച്ചു. കയ്യേറ്റക്കാർക്ക് നവംബർ 22-നുള്ളിൽ ഒഴിഞ്ഞു മാറണമെന്ന് കാണിച്ച് വീണ്ടും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ കോടതി വിധി അനുസരിക്കേണ്ടത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണെങ്കിലും ജീവന് അപായമുണ്ടാക്കുമെന്ന ഭീഷണി കണക്കിലെടുത്താണ് നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചതെന്ന് പഞ്ചായത്ത് സെക്രട്ടറി P വിജയലക്ഷ്മി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച തുക തിരികെ നൽകാനായി ഹിയറിംഗ് നടത്തണമെന്ന സഹകരണ ട്രിബ്യൂണൽ ഉത്തരവ് ഒറ്റപ്പാലം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ് അട്ടിമറിക്കുന്നതായി ആരോപണം. തിരുവാഴിയോട് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച 58 ലക്ഷത്തിലധികം രൂപ തിരിച്ചു കിട്ടാനുണ്ടെന്ന് കടമ്പഴിപ്പുറം സ്വദേശി കുട്ടൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാസങ്ങളായിട്ടും ഹിയറിംഗ് നടത്താതെ AR ഓഫീസ് കുറ്റക്കാരെ രക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആവശ്യപ്പെടുന്ന സമയത്ത് തിരികെ തരാമെന്ന ഉറപ്പിലാണ് തന്റെയും ഭാര്യയുടെയും അമ്മയുടെയും മകളുടെയും പേരിൽ 2000 കാലഘട്ടത്തിൽ 80 ലക്ഷത്തോളം രൂപ നിക്ഷേപിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥനായ തന്റെ സർവീസ് കാലയളവിൽ സ്വരൂപിച്ചതും വിരമിച്ചപ്പോൾ ലഭിച്ചതുമായ തുകയാണ് തിരുവാഴിയോട് ഹൗസിംഗ് സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചത്. ഡെപ്പോസിറ്റ് തുക നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ലഭിക്കാത്തതിനെ തുടർന്ന് സംഘം പ്രസിഡന്റുമാരായ കമറുദ്ദീൻ, ഹനീഫ, ഹോണറ്റി സെക്രട്ടറി കുമാരൻ എന്നിവരെ പ്രതികളാക്കി
ശ്രീകൃഷ്ണപുരം പോലീസിലും സഹകരണ സംഘം മേധാവികൾക്കും പരാതി നൽകിയിരുന്നു. പ്രതികൾ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചതോടെ താനും ഹൈക്കോടതിയിൽ കേസ് നൽകി. കോടതി ഇടപെടലിനെ തുടർന്ന് 12 ലക്ഷത്തോളം രൂപ തിരിച്ചു നൽകി. മുൻ പ്രസിഡന്റ് ഹനീഫ 17,07,292 രൂപയും കുമാരൻ 13,63,437 രൂപയും തിരിച്ചടയ്ക്കാനും കോടതി ഉത്തരവിട്ടെങ്കിലും തുക തിരിച്ചടയ്ക്കാതെ ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. പണനിക്ഷേപത്തിന്റെയും ധനകാര്യ ഇടപാടിന്റെയും രേഖകൾ ഹാജരാക്കിയതിനെ തുടർന്നാണ് ഒറ്റപ്പാലം AR ഓഫീസിനോട് ഹിയറിംഗ് നടത്താൻ ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടത്. മാസങ്ങളായിട്ടും ഹിയറിംഗ് നടക്കാതെ AR ഓഫീസ് കുറ്റക്കാരെ രക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. സൊസൈറ്റി കോൺഗ്രസ് ഭരണസമിതിയുടെ പണാഭരണത്തിനെതിരെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും കുട്ടൻ പറഞ്ഞു. ഇതെല്ലാം വിവരം പറയുന്നില്ല, ഒന്നും കൊണ്ടുവരില്ല. പിന്നെ പല വിധത്തിലുള്ള അന്വേഷണം ഒരു സഹകരണ വകുപ്പില്, ഞാൻ മനസ്സിലാവും സാധാരണക്കാരെന്നല്ല വകുപ്പില് ഇങ്ങനെ കൃത്രിമം നടന്നാൽ അതിന്റെ ഉത്തരവാദിത്വം അതിൽ വിജിലൻസ് എൻക്വയറി ഉണ്ട്, റൂൾ 65 എൻക്വയറി ഉണ്ട്, 68 എൻക്വയറി ഉണ്ട്. നമ്പറൊന്നും കൃത്യമായിട്ടില്ലെങ്കിലും അതൊക്കെ നടത്തുന്നത് ഗവൺമെന്റ് ഭാഗത്തു നിന്നാണല്ലോ. അത് നടത്താത്തതിന്റെ നടത്തിയിട്ട് ആരൊക്കെ കുറ്റക്കാരെന്ന് കണ്ടിട്ട് അവർക്കെതിരെ ശിക്ഷ നടപടി എടുക്കണ്ടേ? ഒരു സാധാരണക്കാരൻ ഡെപ്പോസിറ്റ് ചെയ്താൽ അതിന് അയാൾക്ക് തിരികെ കൊടുക്കാൻ കുട്ടൻ പൈസ ഇട്ടിട്ടില്ല എന്ന് പറയില്ല. കുട്ടൻ പൈസ ഇട്ടതിന്റെ മുഴുവൻ രേഖകൾ എൻ്റെ അടുത്തുണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീറ്റുകൾ. എൻ്റെ കഷ്ടകാലത്തിന് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൊണ്ടുപോയിട്ടു. ഈ എന്തിനവിടെ കൊണ്ടുപോയിട്ടുവെന്ന് ഇവര് എൻ്റെ വീട്ടിൽ വന്ന് സ്വാധീനിച്ചിട്ടാണ് കുട്ടൻ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, റിട്ടയർഡ് ഗസറ്റഡ് ഓഫീസർ, പൈസ എന്നൊക്കെ വിചാരിച്ചിട്ട് സ്വാഭാവികമായിട്ട് വരും. അതിൽ വീണ് പോയിട്ടാണ് ഇവരെല്ലാവരും വീട്ടിൽ വന്നിട്ട് ക്യാൻവാസ് ചെയ്ത് എപ്പോൾ ആവശ്യപ്പെട്ടാലും പൈസ തരാമെന്ന് പറഞ്ഞിട്ട് വിശ്വാസവഞ്ചന ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ട്രെയിനിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച പ്രതി ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. 40,000 രൂപ വിലയുള്ള മൊബൈൽ ഫോൺ മോഷ്ടിച്ച വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി 38-കാരനായ മണി അലിയാസാണ് സബ് ഇൻസ്പെക്ടർ അനിൽ മാത്യു സംഘത്തിന്റെ പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് റെയിൽവേ പോലീസ് പറയുന്നത് ഇങ്ങനെ: മാവേലി എക്സ്പ്രസിൽ മംഗലാപുരത്തു നിന്നും കൊല്ലത്തേക്ക് പോകുകയായിരുന്ന കൊല്ലം അഞ്ചലിൽ സജു ഭവനിലെ പി സജുവിന്റെ മൊബൈൽ ഫോണാണ് പ്രതി മണി അലിയാസ് മോഷ്ടിച്ചത്. ഇന്നലെ രാത്രി 10:30 മണിയോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴായിരുന്നു സംഭവം. ട്രെയിൻ നിർത്തിയ സമയം പ്രതി മൊബൈൽ ഫോൺ എടുത്ത് ഇറങ്ങി ഓടുകയായിരുന്നു. മറ്റൊരാളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വിവരം സജുവിനോട് പറഞ്ഞു. ഉടൻ തന്നെ സജു വിവരം റെയിൽവേ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പിന്നീട് റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ തെരച്ചിൽ നടത്തി. മൊബൈൽ ലൊക്കേഷൻ നോക്കി തെരച്ചിൽ നടത്തിയപ്പോൾ പ്രതി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തന്നെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. പിന്നീട് ബുധനാഴ്ച പകൽ സമയം റെയിൽവേ പാർക്കിംഗ് സ്ഥലത്ത് വെച്ച് പ്രതിയെ പിടികൂടുകയായിരുന്നു. മൊബൈൽ ഫോൺ മോഷ്ടിച്ച് ഇറങ്ങിയോടിയ ശേഷം മദ്യം കഴിച്ച് മരച്ചുവട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു അത്രേ. 40,000 രൂപ വില വരുന്ന മൊബൈലാണ് പ്രതി മോഷ്ടിച്ചതെന്ന് സബ് ഇൻസ്പെക്ടർ അനിൽ മാത്യു പറഞ്ഞു. ഷൊർണൂർ വണ്ടി എത്തിയ സമയം ട്രെയിനിൻ്റെ അകത്തുനിന്ന് ഈ പ്രതി മണിയെന്ന് വിളിക്കപ്പെടുന്ന കണ്ണൻ സുൽത്താൻ ബത്തേരി സ്വദേശിയാണ്. അയാൾ ഇതിനു മുമ്പ് പല കേസുകളും പെടുന്നു. അപ്പോൾ അയാൾ ഇന്നലെ വണ്ടിക്ക് വന്ന് രാത്രി 11:45 ഈ മൊബൈലെടുത്ത് ചാടി ഓടി രക്ഷപ്പെടുകയാണ്. ആളിന്ന് കാലത്ത് 11:15 ഇന്ന് ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ അയാൾ നമ്മൾ ഇതിന് മുൻ എല്ലാ കേസുകളുണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ 10 കേസിൽ ഇയാൾ നിലവിൽ പ്രതിയാണ്. അതിൽ 6 കളവ് കേസുകളും 2 പിടിച്ചുപറി കേസ്, 2 സാധാ വീട് പൊളിച്ച കേസ്, 1 കഞ്ചാവ് കടത്തിയ കേസ്. അതിന് മൊത്തം 10 കേസാണ്. കോഴിക്കോട് കൊടുങ്ങല്ലൂർ, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കസബ എന്നീ സ്റ്റേഷനിൽ കൂടെ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ മാത്രമാണ് ഒരു കളവ് കേസിൽപ്പെട്ടത്. വയനാട് സുൽത്താൻ ബത്തേരിയിലെ വരിക്കോരി കോളനിയിൽ താമസിക്കുന്ന പ്രതി മണി അലിയാസിന് കണ്ണൻ എന്ന വിളിപ്പേരുമുണ്ട്. കൊടുങ്ങല്ലൂരിലെ ഒരു കേസിൽ ശിക്ഷ കഴിഞ്ഞ് 1 മാസമായിട്ട് ഉള്ളത്രേ പ്രതി പുറത്തിറങ്ങിയിട്ട്. അതിനുശേഷമാണ് ഈ കേസിൽ ഉൾപ്പെട്ടത്. ഇതിനു മുൻപ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിക്ക് കേസുമുണ്ട്. 6 കളവ് കേസ്, 2 പിടിച്ചുപറി, 1 കഞ്ചാവ് കേസ്, 1 കൊലപാതക ശ്രമക്കേസ് എന്നിവയാണ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. സബ് ഇൻസ്പെക്ടർ അനിൽ മാത്യു, ASI സുചിർത്തകുമാർ, പ്രദീപ്, അനസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ വലയിലാക്കിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി പെരിങ്കുളങ്ങരയിൽ പ്രധാന പാത 1.5 അടിയോളം താഴ്ന്നത് ഗതാഗതത്തിന് ഭീഷണിയായി. കോട്ടായി പൂടൂർ പാലക്കാട് റൂട്ടിൽ പെരിങ്കുളങ്ങര
BJP ഓഫീസിന് മുന്നിൽ പ്രധാന പാതയിലാണ് റോഡിന്റെ ഒരു വശം 2 മീറ്ററോളം നീളത്തിൽ 1.5 അടിയോളം താഴ്ന്നത്. റോഡ് താഴ്ന്നത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ വാഹനങ്ങൾ കുഴിയിൽപ്പെട്ട് അപകടം സംഭവിക്കുന്നത് നിത്യസംഭവമായിട്ടുണ്ട്. റോഡ് താഴ്ന്നിട്ട് മാസങ്ങളായെന്നും ബന്ധപ്പെട്ട അധികൃതർ പ്രശ്നം ഗൗരവമായി കാണുന്നില്ലെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളന പ്രചരണത്തിന്റെയും സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെയും സുവർണ ജൂബിലിയുടെയും ഭാഗമായി ജില്ലാ മുഅല്ലിം റാലിയും പൊതുസമ്മേളനവും നവംബർ 23 ഞായറാഴ്ച 4:30 ചെറുപ്പളശ്ശേരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിച്ചു വരുന്ന 11,080 മദ്രസകളിൽ സേവനം ചെയ്യുന്ന അധ്യാപകരുടെ കൂട്ടായ്മയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ. ഇതിന്റെ ജില്ലാ ഘടകമായ സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി 4/1/76 നിലവിൽ വന്നത്. 56 റേഞ്ചുകളിലായി 92 മദ്രസകളിൽ 1,92,023 വിദ്യാർത്ഥികൾക്ക് മതവിദ്യാഭ്യാസം നൽകിവരുന്ന അധ്യാപകരായ 3,348 അംഗങ്ങൾ ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുണ്ട്. പ്രവർത്തന രംഗത്ത് 50 വർഷം പിന്നിടുന്ന ജില്ലാ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ കഴിഞ്ഞ മെയ് മാസം മുതൽ 2026 ഏപ്രിൽ മാസം വരെ നീണ്ടുനിൽക്കുന്ന 50 ഇന പരിപാടികളുടെ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. ജില്ലാ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെയും മാതൃസംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന്റെയും ഭാഗമായി 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ ദിവസങ്ങളിൽ കാസർഗോഡ് കുണിയനിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര മഹാസമ്മേളന പ്രചരണത്തിന്റെയും ഭാഗമായിട്ടാണ് നവംബർ 23 ഞായറാഴ്ച ചെറുപ്പളശ്ശേരിയിൽ ജില്ലാ മുഅല്ലിമീൻ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് ചെറുപ്പളശ്ശേരിയിൽ പ്രത്യേകം സജ്ജമാക്കിയ പൊതുസമ്മേളനം നടക്കുന്ന CKM സാദിലു മുസ്ലിയാർ നഗറിൽ സ്വാഗത സംഘം ജില്ലാ ട്രഷറർ M വീരാൻ ഹാജി പൊട്ടച്ചിറ പതാക ഉയർത്തും. ഉച്ചയ്ക്ക് 2:30 കച്ചേരിക്കുന്ന് അറബി തങ്ങൾ മഖാമിൽ സിയാറത്ത് നടക്കും. വൈകുന്നേരം 4:30 ഒറ്റപ്പാലം റോഡിൽ മയ്യത്തുങ്കര CM ഓഡിറ്റോറിയം പരിസരത്തു നിന്നും റാലി ആരംഭിക്കും. ഒറ്റപ്പാലം, വല്ലപ്പുഴ, കൊപ്പം, പട്ടാമ്പി, കൂറ്റനാട്, മണ്ണാർക്കാട്, കരിമ്പ, പാലക്കാട് എന്ന് 8 മേഖലയിലായി 56 റേഞ്ചുകളിലെ ബാനറുകൾക്ക് പിന്നിൽ 3000-ൽ പരം മുഅല്ലിങ്ങൾ റാലിയിൽ അണിനിരക്കും. സമസ്ത കേന്ദ്ര മുശാവറ അംഗം MV ഇസ്മായിൽ മുസ്ലിയാർ കുമരനെല്ലൂർ റാലിയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും. റാലിക്ക് ശേഷം 5:30 സമ്മേളന ഗ്രൗണ്ടിൽ ആത്മീയ മജ്ലിസ് നടക്കും. സയ്യിദ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ കൊടക്കാട്, സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ വല്ലപ്പുഴ, സയ്യിദ് ഹുസൈൻ തങ്ങൾ കൊടക്കാട്, സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ വല്ലപ്പുഴ, KC അബൂബക്കർ ദാരിമി കച്ചേരിപ്പറമ്പ്, മുഹമ്മദ് കുട്ടി ഫൈസി കുമരമ്പത്തൂർ, C മുഹമ്മദ് ഫൈസി പൊട്ടച്ചിറ, KT സൈദലവി ദാരിമി വാണിയംകുളം, MP അബ്ദുൽ ഖാദർ ദാരിമി വീരമംഗലം എന്നിവർ ആത്മീയ മജ്ലിസിന് നേതൃത്വം നൽകും. മുഅല്ലിം റാലി നമ്മുടെ ജില്ലയിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ അംഗീകാരമുള്ള 921 മദ്രസകളിൽ 1,09,223 വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ അതിൽ 3,348 അധ്യാപകരാണ് സേവനം ചെയ്ത് കൊണ്ടിരിക്കുന്നത്. 3000-ലധികം വരുന്ന ഈ അധ്യാപകരെ അണിനിരത്തിക്കൊണ്ട് 2025 നവംബർ 23 ഞായറാഴ്ച 4:30 മണിക്ക് ചെർപ്പശ്ശേരി ടൗണിൽ ഒരു മുഅല്ലിം റാലിയും അതിനോടനുബന്ധിച്ച് ഒരു പൊതു സമ്മേളനവും നടത്തപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പാലക്കാട് DCCയിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണവും ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഇന്ദിരാഗാന്ധിയുടെ ദീർഘവീക്ഷണത്തിലാണ് രാജ്യം വികസന പാതയിലേക്ക് നീങ്ങിയതെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അനുസ്മരിച്ചു. രാജ്യസംരക്ഷണത്തിനായി കാണിച്ച അപാരധീരതയുടെ ഭാഗമായാണ് ഇന്ദിരാഗാന്ധിക്ക് ഉരുക്കു വനിത എന്ന പേര് ലഭിക്കാനിടയായത്. രാജ്യാതിർത്തികൾ എങ്ങനെ സംരക്ഷിക്കണമെന്നും അയൽ രാജ്യങ്ങളുടെ ഭീഷണി എങ്ങനെ തടയണമെന്നും ഇന്നത്തെ ഭരണാധികാരികൾ ഇന്ദിരയിൽ നിന്നും പാഠം പഠിക്കണം. എല്ലാ വിഭാഗം ജനതയും ചേർത്ത് നിർത്തിയ ഭരണാധികാരിയായിരുന്നു ഇന്ദിരാഗാന്ധിയെന്നും A. തങ്കപ്പൻ പറഞ്ഞു. ഇന്നെല്ലാം പാകിസ്ഥാൻ്റെയും അതുപോലെ തന്നെ മറ്റു യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ രാജ്യത്തിൻ്റെ വെല്ലുവിളി നേരിടുന്ന ഇന്ത്യയുടെ ഇന്നത്തെ ഭരണാധികാരികൾ ഇവിടെ എത്ര പ്രഹരമായിട്ടുള്ള അറ്റാക്ക് ഉണ്ടായിട്ടും അങ്ങോട്ട് അതിനനുസരിച്ച് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ കഴിയാതെ എന്നിട്ടും വീമ്പിളക്കുന്ന ഈ നേതാക്കന്മാരുടെ മുന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായപ്പോൾ വെറും 13 ദിവസം കൊണ്ട് ഒരു രാജ്യത്തിനെ
പിടിച്ച് വേറൊരു രാജ്യം ബംഗ്ലാദേശിൽ നിന്നുണ്ടാക്കുകയും 13 ദിവസം കൂടി യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്ത ധീരയായിട്ടുള്ള നേതാവായിരുന്നു. KPCC അംഗം PV രാജേഷ്, മണ്ഡലം പ്രസിഡന്റുമാരായ CV സതീഷ്, സേവ്യർ, സുധാകരൻ പ്ലാക്കാട്ട്, വത്സൻ എന്നിവർ സംസാരിച്ചു. ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി പരുത്തിപ്ര TMS LP സ്കൂളിൽ കളിയുത്സവം 2K25 സംഘടിപ്പിച്ചു. സ്കൂൾ പരിസരത്തെ അംഗൻവാടി കുട്ടികളും കളിയുത്സവത്തിൽ പങ്കാളികളായി. രാവിലെ 10 മണി മുതൽ ആരംഭിച്ച പരിപാടിയിൽ ഉദ്ഘാടകൻ ഐദുറസ് മാസ്റ്റർ സദസ്സിനു മുന്നിൽ മാജിക്കിന്റെ മാസ്മരിക ലോകം തീർത്തു. HM നജാത്ത് ടീച്ചർ സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ SRG കൺവീനർ ശ്രുതി നന്ദി അർപ്പിച്ചു. PTA പ്രസിഡന്റ് രമ്യാചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അധ്യാപികമാരായ ഷാക്കിറ, വൃന്ദ എന്നിവർ ആശംസകൾ നേർന്നു. അധ്യാപകൻ യാഹുൽ, മുജീബ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. LKG, UKG അധ്യാപകരായ നുഷൈബ, വിസ്മിത എന്നിവരാണ് കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റലി പഞ്ചായത്ത് രാജ് നിയമങ്ങളുടെ പ്രാധാന്യം, സവിശേഷതകൾ, അത് നടപ്പാക്കേണ്ട രീതി, ഇതുവരെ നടപ്പാക്കിയതിന്റെ പാളിച്ചകൾ എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പരീക്ഷയിൽ ജയിക്കുന്നവരെ മാത്രമേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കൂ എന്ന നിയമം കൊണ്ടുവരണമെന്ന് ചില കോണുകളിൽ അഭിപ്രായം ഉയരുന്നുണ്ട്. താങ്കൾ ഈ വിഷയത്തെ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റലിയിലേക്ക്. മത്സരിക്കണം എന്നുള്ള തത്വം മറികടന്നുകൊണ്ടാണ് പല പഞ്ചായത്തിലും സ്ഥാനാർത്ഥി നിർണയം തന്നെ എല്ലാ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വ്യക്തമായ കാരണം പറയുകയെന്ന് വെച്ചാൽ ഈ സംവരണം, സ്ത്രീ സംവരണം, ഹരിജൻ സംവരണം, ഹരിജൻ സ്ത്രീ സംവരണം, ഇവരൊന്നും പുറം ലോകത്ത് എത്തിപ്പെടാത്ത പല ആൾക്കാരെയും പാർട്ടിക്കാർ സ്ഥാനാർത്ഥികളാക്കി നിർത്തി, സ്ഥാനാർത്ഥികളെ കിട്ടാതാകുമ്പോൾ അവർ പോയി സമീപിച്ച് ഉണ്ടാക്കി നിർത്തുകയാണ്. അവർക്ക് പഞ്ചായത്ത് രാജിനെക്കുറിച്ചോ പഞ്ചായത്ത് നിയമത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല. അവരുടെ സബ് കമ്മിറ്റി, പാർട്ടി സബ് കമ്മിറ്റി കൂടി പഞ്ചായത്ത് രാജ് നിയമങ്ങളെ ഇനി ഇവരെ പഠിപ്പിക്കേണ്ടി വരും. ജയിച്ചു വരുമ്പോൾ അവർ പഠിപ്പിക്കും എന്നാണ് പ്രതീക്ഷ. അത് എല്ലാ പാർട്ടികളും ചെയ്യുമായിരിക്കും. പഞ്ചായത്ത് രാജിനെക്കുറിച്ച് ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോട് ചോദിച്ചാൽ തന്നെ പഞ്ചായത്ത് രാജ് എന്താണെന്ന് തന്നെ അവർക്കറിയില്ല. എന്നുവെച്ചാൽ വളരെ വിദ്യാസമ്പന്നമായ സംസ്ഥാനമാണ് കേരളമെങ്കിലും ഈ പൊതു ഇടങ്ങളിലൊന്നും ഇറങ്ങി പ്രവർത്തിക്കാത്ത സ്ത്രീകളും ഹരിജനങ്ങളും പൊതു ഇടങ്ങളിൽ വരാനുള്ള ഒരു വേദി പഞ്ചായത്ത് രാജ് നിയമത്തിലൂടെ നടപ്പിലായതുകൊണ്ട് ഇത് അറിയും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാം. പഞ്ചായത്ത് രാജ് നിയമങ്ങൾ പഠിച്ച് അതിൻ്റെ പാളിച്ചകൾ, അതിൻ്റെ ഗുണഫലങ്ങൾ എന്നിവയെക്കുറിച്ചൊരു പരീക്ഷ നടത്തിച്ച് അതിൽ വിജയിക്കുന്നവർ മാത്രമേ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാവൂ എന്നുള്ള ഒരു നിയമം കൊണ്ടുവരുന്നത് വളരെ അശാസ്ത്രീയമാണ്. കാരണം പഞ്ചായത്ത് രാജ് നടപ്പിലാക്കാൻ ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജിന്റെ വേറൊരു തനി പകർപ്പാണ് 1992 പാലോടി മുഹമ്മദ് കുട്ടി എന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് ആ സമയത്ത് കൊണ്ടുവന്നത്. അത് ഗ്രാമസ്വരാജിനെ വെള്ളം ചേർത്ത് പഞ്ചായത്ത് രാജ് സംവിധാനമാക്കിയതാണ്. അത് എല്ലാ ജനങ്ങൾക്കും താഴെത്തട്ടിലുള്ള ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമാകണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് ഈ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കേണ്ടത്. അതിന്റെ പാളിച്ചകൾ കുറച്ച് പ്രത്യേക വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ പ്രത്യേക രാഷ്ട്രീയ കക്ഷികളുടെ വാർഡുകളിലേക്ക് മാത്രമുള്ള വികസനമല്ല ഗാന്ധിജി സ്വപ്നം കണ്ടത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും അത് ഗുണങ്ങൾ
ലഭിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കേണ്ടത്. അത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മെമ്പർമാർക്കും അത് ഗുണഫലങ്ങൾ ലഭിക്കണം, അവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഈ പരീക്ഷ ജയിച്ചാലേ ഇതിനെക്കുറിച്ചുള്ള പരീക്ഷ നടത്തിച്ച് അത് ജയിച്ചെങ്കിൽ മാത്രമേ മത്സരിക്കാവൂ എന്നുള്ള നിയമം തികച്ചും അശാസ്ത്രീയമാണ്, അത് ദുരുദ്ദേശപരമാണ് എന്നാണ് എൻ്റെ വിലയേറിയ അഭിപ്രായം. ഇതിന്റെ പാളിച്ചകൾ എന്ന് പറയുന്നത് ഇതിന്റെ നിയമാവലിയിൽ തന്നെ പറയുന്നുണ്ട്. അർഹതപ്പെട്ട അവരുടെ കൈകളിലേക്ക് എല്ലാ ഭരണത്തിന്റെയും ഗുണങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കണം. പിന്നോക്ക വിഭാഗങ്ങൾ പ്രത്യേകിച്ച് അവശത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഇതിന്റെ ഗുണങ്ങൾ കിട്ടണം എന്നുള്ള ഉദ്ദേശമാണ് ഇതിന്റെ ലക്ഷ്യം. അത് ഒരിക്കലും പാളിപ്പോകാൻ പാടില്ല. ഇതിന്റെ മത്സര പരീക്ഷകൾ എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് അതുപോലെ ലേണേഴ്സ് ടെസ്റ്റ് നടത്തിയെങ്കിൽ പാസ്സായെങ്കിൽ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താവൂ എന്നുള്ള പോലെയുള്ള വികലമായ നയങ്ങളാണ് ഇത് നടപ്പിലാക്കുന്നത്. അത് തികച്ചും ശാസ്ത്രീയമാണ്, തെറ്റാണ് എന്നുള്ളതാണ് എൻ്റെ വലിയൊരു അഭിപ്രായം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സരം കടുപ്പിച്ച് രാഷ്ട്രീയ പാർട്ടികൾ. മാധ്യമങ്ങളെ കടന്നാക്രമിച്ച് മന്ത്രി എം.ബി. രാജേഷ്. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികൾ ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കുമ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും മന്ത്രി. ഓങ്ങല്ലൂരിൽ LDF കൺവെൻഷൻ. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള LDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ഭരണ തുടർച്ചയാണ് ലക്ഷ്യമെന്ന് നേതാക്കൾ. മങ്കര പഞ്ചായത്തിലും മുള്ളൂർക്കര പഞ്ചായത്തിലും LDFന്റെ പത്രികാ സമർപ്പണം. മങ്കരയിൽ BJP കൺവെൻഷനിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് അച്ഛനും മകനും സ്ഥാനാർത്ഥികൾ. UDF സ്ഥാനാർത്ഥിയുടെ ഓഫീസിന് നേരെ തൃശൂരിൽ ആക്രമണം. പിരായിരിയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി. വരാൻ പോകുന്ന കളിയുടെ സെമി ഫൈനലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KS അലീഖ. ഒറ്റപ്പാലത്ത് LDF കൺവെൻഷൻ. സെഷൻ കോടതി 2 വർഷത്തെ തടവിന് ശിക്ഷിച്ചത് വില്ലനായതോടെ തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ മാറ്റി CPIM. ചേലക്കരയിൽ പുറമ്പോക്ക് കയ്യേറ്റം ഒഴിപ്പിക്കൽ. ആത്മഹത്യാ ഭീഷണിയെ തുടർന്ന നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. നവംബർ 22 മുൻപായി സ്വയം ഒഴിയാൻ വീണ്ടും നോട്ടീസ്. സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച തുക തിരികെ നൽകാനായി ഹിയറിംഗ് നടത്തണമെന്ന സഹകരണ ട്രിബ്യൂണൽ ഉത്തരവ് ഒറ്റപ്പാലം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ് അട്ടിമറിക്കുന്നതായി ആരോപണം. തിരുവാഴിയോട് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച 58 ലക്ഷത്തിലധികം രൂപ തിരിച്ചു കിട്ടാനുണ്ടെന്ന് കടമ്പഴിപ്പുറം സ്വദേശി കുട്ടൻ. മാസങ്ങളായിട്ടും ഹിയറിംഗ് നടത്താതെ AR ഓഫീസ് കുറ്റക്കാരെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും നിക്ഷേപകൻ. ട്രെയിനിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച പ്രതി ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. 40,000 രൂപ വിലയുള്ള മൊബൈൽ ഫോൺ മോഷ്ടിച്ച വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി 38-കാരനായ മണി അലിയാസ് ആണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. പ്രതി റിമാൻഡിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.